നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് 24 ലക്ഷത്തോളം വരുന്ന സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ തന്നെ ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന തികച്ചും നിർണായകവും അടിയന്തര പ്രാധാന്യമുള്ളതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ഏറ്റവും വലിയ സാമൂഹിക സുരക്ഷാ സാമ്പത്തിക ധനസഹായ പദ്ധതികളായിട്ടുള്ള വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, കർഷക തൊഴിലാളി പെൻഷൻ എന്നിവയ്ക്ക് പുറമെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി 60 വയസ്സ് പൂർത്തിയായവർക്ക് ലഭിക്കുന്ന പെൻഷൻ ആനുകൂല്യങ്ങളും ഉൾപ്പെടെയുള്ള ധനസഹായങ്ങൾ കൈപ്പറ്റുന്ന ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പുതിയ നിയമപരിഷ്കാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. നിലവിൽ പ്രതിമാസം 2000 രൂപയോ അതിൽ കൂടുതലോ തുക ബാങ്ക് അക്കൗണ്ടുകൾ വഴിയോ നേരിട്ടോ കൃത്യമായിട്ട് കൈപ്പറ്റുന്നവർക്ക് ഈ തുക തങ്ങളുടെ പ്രതിമാസ മരുന്നുകൾക്കും ദൈനംദിന ആവശ്യങ്ങൾക്കും എന്തുമാത്രം ആശ്രയമാണെന്ന കാര്യം എല്ലാവർക്കും തന്നെ അറിവുള്ളതാണ്. അതിനാൽ തന്നെ സർക്കാരിൻ്റെ ഈ പുതിയ ഉത്തരവ് നിങ്ങളുടെ പെൻഷൻ തടസ്സപ്പെടാതിരിക്കാനായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതുവരെ നമ്മുടെ സംസ്ഥാനത്ത് നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട ഒരു വിതരണ രീതിയായിരുന്നു പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ വീടുകളിൽ നേരിട്ടെത്തിച്ചു നൽകുന്ന ഡയറക്റ്റ് ഹോം ഡെലിവറി സംവിധാനം. പ്രാദേശിക സഹകരണ സംഘങ്ങളിലേക്ക് സർക്കാർ തുക കൈമാറുകയും തുടർന്ന് അവിടുത്തെ കളക്ഷൻ ഏജന്റുമാർ വഴിയോ നിയുക്ത ഉദ്യോഗസ്ഥർ വഴിയോ ഈ പെൻഷൻ തുക ഗുണഭോക്താക്കളുടെയൊക്കെ തന്നെ കൈകളിൽ നേരിട്ട് സുരക്ഷിതമായിട്ട് എത്തിച്ചു നൽകുകയുമായിരുന്നു ഇതുവരെ ചെയ്തു പോന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശത്തിന് വിധേയമായി സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച പുതിയ നിബന്ധനയും ഉത്തരവും അനുസരിച്ച് ഈ നേരിട്ടുള്ള വിതരണ രീതി അത് പൂർണ്ണമായിട്ട് നിർത്തലാക്കാനും പെൻഷൻ തുക മുഴുവനായിട്ട് DBT ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രം ട്രാൻസ്ഫർ ചെയ്യാനും സംസ്ഥാന സർക്കാർ തത്വത്തിൽ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഈ ഒരു വലിയ മാറ്റമാണ് നിലവിൽ 24 ലക്ഷത്തോളം വരുന്ന സാധാരണക്കാരായിട്ടുള്ള ഗുണഭോക്താക്കളിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾക്കും സംശയങ്ങൾക്കും ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്. എന്നാൽ ഈ ഓഗസ്റ്റ് മാസത്തിൽ ഈ ഒരു പുതിയ നിയമം ഉടനടി നടപ്പിലാക്കി ഗുണഭോക്താക്കളെ ബുദ്ധിമുട്ടിക്കില്ല എന്നും തുടർന്ന് വരുന്ന സെപ്റ്റംബർ അവസാനത്തോടുകൂടി ഒക്ടോബർ ആദ്യ ആഴ്ചകളോട് മാത്രമേ ഇതിൻ്റെ തുടർ നടപടികളൊക്കെ തന്നെ ആരംഭിക്കുമെന്നുമാണ് സംസ്ഥാന സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്ന സൂചന. ഇതിൻ്റെ ഭാഗമായിട്ട് നിലവിൽ ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ വാങ്ങാത്ത എല്ലാ ആളുകളും തങ്ങളുടെ കൃത്യമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളൊക്കെ തന്നെ അധികൃതർക്ക് മുന്നിൽ ഹാജരാക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. നിലവിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ഗുണഭോക്താക്കളും മുൻപ് അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിലും ദീർഘകാലമായിട്ട് ഇടപാട് നടത്താത്തതിനാൽ തന്നെ അക്കൗണ്ട് മരവിച്ച അവസ്ഥയിൽ, അതായത് ഇനാക്റ്റീവായിട്ട് കിടക്കുക അല്ലെങ്കിൽ ഡോർമെൻ്റ് ആയിട്ട് മാറിപ്പോകുന്ന ഒട്ടനവധി ഗുണഭോക്താക്കളുടെയൊക്കെ തന്നെ അക്കൗണ്ടുകൾ നമുക്കിടയിലുണ്ട്. അങ്ങനെയുള്ളവർ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ സമീപമുള്ള ഏത് ബാങ്കാണോ ആ ബാങ്കുകളിൽ നേരിട്ടെത്തി ആ അക്കൗണ്ട് അത് ആക്റ്റീവ് ആക്കുകയോ അല്ലെങ്കിൽ പുതിയ അക്കൗണ്ട് ആരംഭിക്കുകയോ, ഇതല്ലെങ്കിൽ നിലവിലുള്ള മരവിച്ച അക്കൗണ്ടുകൾ ആധാർ കാർഡിൻ്റെ ഒറിജിനലും കോപ്പിയും നൽകി KYC പൂർത്തിയാക്കി ആക്റ്റീവാക്കി മാറ്റുകയോ ചെയ്യേണ്ടതുണ്ട്. ബാങ്ക് അക്കൗണ്ടുകൾ മുൻകൂട്ടി തയ്യാറാക്കി വയ്ക്കുക എന്നതിലുപരിയായിട്ട് ഈ അക്കൗണ്ട് വിവരങ്ങൾ എവിടെ ഏത് രീതിയിൽ സമർപ്പിക്കണം എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തുന്ന പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഔദ്യോഗികമായി തന്നെ പുറത്തു വരുന്നതായിരിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അഥവാ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റി എന്നിവ വഴിയൊക്കെയാണോ അതോ സവിശേഷമായിട്ടുള്ള ഓൺലൈൻ പോർട്ടൽ വഴി തന്നെ നേരിട്ടാണോ അക്കൗണ്ട് വിവരങ്ങളൊക്കെ തന്നെ നമ്മൾ സമർപ്പിക്കേണ്ടത് എന്ന കാര്യത്തിലൊക്കെ തന്നെ ഉടൻ തന്നെ ഒരു തീരുമാനം ഉണ്ടാകുന്നതാണ്. ഇതിനായിട്ട് അക്കൗണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ ആധാർ കാർഡ്, സജീവമായിട്ടുള്ള മൊബൈൽ നമ്പർ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നീ അടിസ്ഥാന രേഖകൾ കൈവശം കരുതേണ്ടതാണ്. അതേസമയം നിലവിൽ ബാങ്ക് അക്കൗണ്ട് വഴി തന്നെ കൃത്യമായിട്ട് പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ യാതൊരു കാരണവശാലും പുതിയ അക്കൗണ്ടുകൾ എടുക്കേണ്ടതില്ല. അവർക്ക് നിലവിലുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തന്നെ യാതൊരു തടസ്സവുമില്ലാതെ ഈ ആനുകൂല്യം തുടർന്നും ലഭിക്കുന്നതായിരിക്കും. സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന ഈ പുതിയ ബാങ്കിംഗ് വിതരണ രീതിക്ക് ചില വലിയ മേന്മകളും നേട്ടങ്ങളും അവകാശപ്പെടാനുണ്ട്. അതായത് സർക്കാർ സാമ്പത്തിക ആനുകൂല്യങ്ങളൊക്കെ തന്നെ അനുവദിക്കുന്ന അതേ സമയത്ത് തന്നെ ഒരൊറ്റ പ്രോസസ്സിങ്ങിലൂടെ DBT സംവിധാനം ഉപയോഗിച്ച് തുക തടസ്സമില്ലാതെ ഒരേ ദിവസം ആ സമയം തന്നെ ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മുൻപത്തെ പോലെ ഈ ഫണ്ട് അത് സഹകരണ സംഘങ്ങളിലേക്ക് എത്തുന്നതും കാത്തു നിൽക്കേണ്ടതില്ല. അതുപോലെ കളക്ഷൻ ഏജന്റുമാർ വീടുകളിൽ എത്തുന്നത് വരെയുള്ള നീണ്ട കാത്തിരിപ്പും അതുവഴി ഉണ്ടാകുന്ന കാലതാമസവും പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ഈ ഒരു പുതിയ പരിഷ്കാരത്തിലൂടെ സാധിക്കും. പണം നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ തുക നഷ്ടപ്പെടാനോ വൈകാനോ ഉള്ള സാധ്യതകൾ ഇല്ലാതാവുകയും ധനസഹായ വിതരണത്തിൽ കൂടുതൽ സുതാര്യതയും വേഗതയും ഒക്കെ തന്നെ ഉറപ്പുവരുത്താനും സാധിക്കും. എന്നാൽ ബാങ്ക് അക്കൗണ്ട് വഴി മാത്രം പെൻഷൻ നൽകുന്ന ഈ സംവിധാനത്തിൽ ചില വിഭാഗം ആളുകൾക്ക് സർക്കാർ പ്രത്യേക ഇളവുകൾ അനുവദിക്കുമെന്നും ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രായാധിക്യം മൂലമോ കടുത്ത ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലമോ തീരെ അവശതയൊക്കെ തന്നെ അനുഭവിക്കുന്ന കിടപ്പ് രോഗികൾ, സ്വന്തമായി ബാങ്കുകളിൽ നേരിട്ടെത്തി പണം പിൻവലിക്കാനോ ബാങ്കിങ് ഇടപാടുകൾ നടത്താനോ സാധിക്കാത്തവർ, കൂടാതെ തീവ്ര ഭിന്നശേഷി നേരിടുന്ന വ്യക്തികൾ എന്നിവർക്കൊക്കെ അക്കൗണ്ട് ഇല്ലെങ്കിലും വീടുകളിൽ നേരിട്ട് എത്തിച്ചുകൊണ്ട് ഇത്തരത്തിൽ പെൻഷൻ തുക നൽകുന്ന ആ രീതി പഴയ രീതി തന്നെ ഇളവുകളോടെ തുടരാനാണ് സാധ്യത. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള
ഉത്തരവുകളും സർക്കുലറും ഒക്കെ തന്നെ സർക്കാരിൽ നിന്നും വരുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അറിയിക്കുന്നതാണ്. അതിനാൽ ബാങ്ക് അക്കൗണ്ട് പോലെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി ശരിയാക്കി വയ്ക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കൃത്യമായ വിവരങ്ങളൊക്കെ തന്നെ സമയബന്ധിതമായിട്ട് അറിയാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എല്ലാവരും ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.